ഇന്ത്യക്ക് പുറമേ ഉള്ളവർക്ക് ഗൈനക്കോമാസ്റ്റി ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര ലീവ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടാവും? അവർക്ക് എപ്പോ തിരിച്ചു പോകാം? നമുക്ക് ഗൈനക്കോമാസ്റ്റിക് സർജറി രണ്ട് വിധത്തിൽ സർജറി ചെയ്യാം. ഒന്ന് തരിപ്പിച്ച് ലോക്കൽ അനസ്തേഷ്യ, അത് കൂടാതെ ഇപ്പോൾ വലിയ സൈസിലുള്ളവർക്കൊക്കെ ജനറൽ അനസ്തേഷ്യ മയക്കിയിട്ട്. ഇത് രണ്ട് ചെയ്താലും നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു ദിവസത്തെ പരിപാടിയേ ഉള്ളൂ. റിക്കവറി 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ആൾക്കാർക്ക് നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം, ഈവൻ ഡ്രൈവ് ചെയ്യാം. അപ്പൊ അത് ബെഡ് റെസ്റ്റ് വേണ്ട ഒരു സർജറി അല്ല ഗൈനക്കോമാസ്റ്റിക് സർജറി. നമുക്ക് ഒരു 1 വീക്കിനുള്ള ആൾ ഓൾമോസ്റ്റ് പെർഫെക്റ്റ്ലി ഓക്കെ ആവും. ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ ആൾക്ക് തിരിച്ചിപ്പോ ദുബായ്, നമുക്ക് ഇഷ്ടംപോലെ പേഷ്യൻസ് ദുബായിൽ നിന്നും ഗൾഫ് കൺട്രീസിൽ നിന്നും വരുന്നുണ്ട്. അവരൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ തിരിച്ച് ഫ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇതില് കീ ഹോൾ ആണോ അതോ ഒരുപാട് കീറേണ്ടത് ഉണ്ടാവോ? അല്ല, ഇത് ഗൈനക്കോമാസ്റ്റിക് സർജറി കീ ഹോൾ വഴിക്കാണ് നമ്മൾ ലൈപ്പോസെക്ഷൻ ചെയ്യുക. അതായത് 2 കക്ഷത്തിന്റെ മുൻവശത്തായിട്ടാണ് ചെറിയ കീ ഹോൾ ഇട്ടിട്ട് ഫാറ്റ് ലൈപ്പോസെക്ഷൻ ചെയ്ത് കളയുന്നത്. ഗ്ലാൻഡ് കമ്പോണന്റ് ഉള്ള കേസിൽ നിപ്പിളിന്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ചെറിയ കീ ഹോൾ ഇട്ട ഗ്ലാൻഡും നമ്മൾ എടുത്തു മാറ്റിയാണ് ചെയ്യുക. അപ്പൊ അത് ആ പാടുകൾ ഒട്ടും അറിയത്തക്ക രീതിയിലുള്ളതായിരിക്കില്ല. വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ അവിടെ ഒരു ചെറിയ പാട് കാണാൻ പറ്റൂ.